ട്രംപിന്റെ 80ാമത്തെ ബർത്ത്ഡേക്കുള്ള ഒരു പൊളിറ്റിക്കൽ വിക്ടറി ഗിഫ്റ്റ് ആയിട്ട് ഇറാൻ അമേരിക്ക കരാറ് നൽകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോ ഏകദേശം ഇറാൻ എത്താൻ പോവുകയാണ് എന്നുള്ളതാണ് കാണണ്ടേ. അതായത് രണ്ട് സംഭവവികാസങ്ങളുടെ പശ്ചാത്തലമുണ്ട്. അതിന് ഒന്നാമത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇറാനിൽ തന്നെ അബ്ബാസ് അറാഖ്ചിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഡൊണാൾഡ് ട്രംപിനെ വെറുതെ വിട്ടേക്ക്, അമേരിക്കനെ വെറുതെ വിട്ടേക്ക്, അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന് ഗിഫ്റ്റ് ആയിട്ട് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ലീഡേഴ്സിനെ കൊന്ന ആൾക്കാരാണ് അവരെന്നുള്ള കാര്യം ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അബ്ബാസ് അറാഖ്ചിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് യഥാർത്ഥത്തിൽ ഇറാൻ അകത്ത് നടക്കുന്നുണ്ട്. അതൊരു ലാർജർ ഗ്രൂപ്പ് ആണോ അതോ ഒരു പ്രഷർ ഗ്രൂപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ കൂടെ ഇറാൻ അകത്ത് ഈ കാര്യത്തിൽ വിരുദ്ധാഭിപ്രായം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണണ്ടേ. അപ്പൊ അതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇവര് പറയുന്നത് എന്താ വെച്ചാൽ വാട്ട് അബൌട്ട് അവർ ലീഡേഴ്സ് ബ്ലഡ് എന്നുള്ളതാണ്. അതിങ്ങനെ ചാണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലീഡേഴ്സിന്റെ, നമ്മുടെ നേതാക്കന്മാരുടെ ചോരക്ക് എന്താണ് നിങ്ങൾക്ക് ഉത്തരം? നിങ്ങൾ ഈ പറയുന്ന ഡീലിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേതാക്കന്മാരുടെ ചോര ചിന്തിയതിൽ എന്ത് ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളതാണ് ആര് ഈ പറയുന്ന പ്രൊട്ടസ്റ്റേഴ്സ് ചോദിക്കുന്നേ. എന്നിട്ട് പറയുന്നത് അറാഖ്ചി ഹാവ് ഷെയിം, ലീവ് ദ കൺട്രി അലോൺ. ഞങ്ങളെ രാജ്യത്തെ വെറുതെ വിട്ടേക്ക്, ഞങ്ങളുടെ രാജ്യത്തെ ട്രംപിന്റെ ഇതിൽ കൊണ്ടുപോയി കെട്ടണ്ട എന്നാണ് പറയണേ. പക്ഷെ ഈ ഒരു പ്രൊട്ടസ്റ്റിന് പല തരത്തിലുള്ള അനാലിസിസ് ബേസിക്കലി വരുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്നാമത് ഈ പ്രൊട്ടസ്റ്റ് യഥാർത്ഥത്തിൽ ഏത് ഗ്രൂപ്പാണ്, ആരാണ് ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ കുറെ സംശയങ്ങളുണ്ട്. അതിൽ ഒരു സംശയം വരുന്നത്, ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന ഹാർഡ് ലൈനേഴ്സ്, അതായത് ഈ പറയുന്ന ഖമനേയിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം ആളുകളുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള അമേരിക്കൻ വിരുദ്ധരായിട്ടുള്ള ഹാർഡ് ലൈനേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്നത്. ഈ പറയുന്ന ഖമനേയിനെ കൊന്ന ആൾക്കാരോട് എന്തിനൊരു കരാറിലോട്ട് ഏർപ്പെടണം എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തതാണ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ്. അതായത് ഈ പറയുന്ന കരാറിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേല് ഫണ്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. അതായത് മൾട്ടിപ്പിൾ ലെയേർഡ് ആയിട്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്താണ് പറയാ ഓപ്പണിങ്സിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇതിനെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന രീതി. ഒന്നാമത്തത് ലെബനോണിലേക്കുള്ള അറ്റാക്കിനെ കൂടുതലാക്കുക. രണ്ടാമത്തത് ഈ കരാറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇറാനകത്ത് തന്നെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാക്കുക. പക്ഷെ അത് വിശ്വസനീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസനീയമായിട്ടുള്ള കൺക്ലൂസീവ് എവിഡൻസ് ഉള്ള ഒരു സാധനമായിട്ടൊന്നും അത് പുറത്തു വന്നിട്ടില്ല. എല്ലാം ആരോപണങ്ങളും അതേപോലെ തന്നെ വ്യാഖ്യാനങ്ങളും മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ പീസ് ടോക്കിനകത്ത്, ഈ കരാറിനകത്ത് രണ്ട് വിരുദ്ധ അഭിപ്രായത്തിലാണ് ഇറാൻ അകത്തുള്ള ജനത എന്നുള്ള കാര്യത്തില് സംശയമില്ല. ഇറാന്റെ റെജീം തന്നെ കുറച്ച് ഒരു എന്താ പറയാ, എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കണം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് മാത്രമല്ല, എവിടെ വെച്ച് ഈ കരാർ ഒപ്പിടണം, അതേപോലെ തന്നെ വെറും 2 പേജുള്ള കരാറ് മാത്രമാണ് ഇത്. അപ്പൊ അങ്ങനത്തെ ഒരു കരാറ് ഇരു രാജ്യങ്ങളും അതത് രാജ്യങ്ങൾ ഇരുന്ന് സൈൻ ചെയ്ത് പിന്നീട് കൈമാറിയാൽ മതിയോ എന്നുള്ള കൺഫ്യൂഷൻസ്, ഇത്തരം കാര്യങ്ങളും കൂടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ട്രംപിന്റെ അവകാശ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞായറാഴ്ച ഇത് സൈൻ ചെയ്യേണ്ടതാണ്. പക്ഷെ അത് സൈൻ ചെയ്തിട്ടില്ല. അത് സൈൻ ചെയ്യത്തില്ല എന്നുള്ളത് ഇറാന് മുൻകൂട്ടി പറയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ കരാറിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ കരാറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇറാനിൽ നിന്ന് ഉയർന്നു വരുന്ന കുറച്ച് കാര്യങ്ങള്, ഇറാന്റെ സ്വത്തുക്കളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുള്ള, സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുള്ള, യുറേനിയം എന്ന് പറയുന്നത് അത് രാജ്യത്തിന്റെ സ്വത്താണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്, അത് നിങ്ങൾ എടുക്കരുത്, നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയാൻ എക്സ്റ്റേണൽ സോഴ്സിനോ അതേപോലെ തന്നെ എക്സ്റ്റേണൽ പാർട്ടിക്കോ അവകാശമില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ടോക്കുകൾ യഥാർത്ഥത്തിൽ ഇറാനകത്ത് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഈ പീസ് ടോക്കിൽ നിന്നും അതേപോലെ തന്നെ കരാർ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും ഇപ്പോ ഇറാൻ പിന്നോട്ട് പോകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നത്. പക്ഷേ
ഇതിനു മുന്നേ നടന്ന പോലെ ഇപ്പൊ ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ പോലെ രാജ്യങ്ങളിലേക്ക് മേലെ ഒന്നും ഇന്നലെ ഞായറാഴ്ച അങ്ങനെ അറ്റാക്ക് വന്നതായിട്ടുള്ള വാർത്തകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി അങ്ങനെ വരുമോ എന്ന് അറിയത്തില്ല. ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിലും അറിയില്ല. പക്ഷെ ഹോർമൂസിനകത്ത് IRGCയുടെ പ്രസൻസ് ഉണ്ട്, മിലിറ്ററി പ്രസൻസ് ഉണ്ട്. ഹോർമൂസ് അവര് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർമൂസിൽ അവർക്ക് കടുംപിടുത്തം ഉണ്ടോ എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തില് കാണണം എന്നുള്ളതാണ്. അപ്പോ നേരത്തെ ഇസ്രായേല് ലെബനോനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ട്രംപിന്റെ ഒരു ദീനരോധനം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രായേൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ നല്ലൊരു എന്താണ് ഒക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ചെയ്യാനേ പാടില്ലായിരുന്നു. ഇനി അവരങ്ങനെ ചെയ്തു. പക്ഷെ അവരങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ആൾക്കാർക്ക് ഇഞ്ചുറി പറ്റുകയോ അപകടങ്ങൾ പറ്റുകയോ ആരെങ്കിലും ഹേർട്ട് ആവുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇനി രണ്ടു കൂട്ടരും അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ എന്നുള്ള ഒരു രോദനം ട്രംപിന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ ഇത് കേൾക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തില് ഒരു സംശയവും ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഇസ്രായേൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറാൻ ഇനി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ തിരിച്ച് ഇറാൻ അറ്റാക്ക് ചെയ്യില്ല, പകരം അവർ അറ്റാക്ക് ചെയ്യുന്നത് ലെബനോനെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഇസ്രായേൽ ധനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരം പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള വാർത്തകള് ഇസ്രായേലിൽ നിന്നും കൂടെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ വീണ്ടും ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ കിടന്ന് ആടാനുള്ള എല്ലാ സാധ്യതകളും ഈ പീസ് ഡീലിന്റെ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്.